എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 +2 കുട്ടികളെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമായ കാര്യമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾക്കും അറിയിപ്പുകൾക്കും യഥാസമയം നിങ്ങളുടെ ഫോണുകളിലേക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ +1 +2 മോഡൽ പരീക്ഷകളെല്ലാം അടുത്ത ആഴ്ചയോടെ തന്നെ ആരംഭിക്കും. ഈ ഒരു സാഹചര്യത്തിൽ നിരവധി കുട്ടികൾക്ക് അറിയാതെ വരുന്ന ചില തെറ്റുകളും അതിൽ ചെയ്യേണ്ട കാര്യങ്ങളുമാണ് പറയുവാൻ പോകുന്നത്. ആദ്യം തന്നെ പ്രധാനമായിട്ടും വരുന്നൊരു തെറ്റ് എന്തെന്നാൽ മോഡൽ എക്സാമിന് മുന്നോടിയായിട്ട് കുട്ടികളെല്ലാം പഠിക്കുവാൻ ശ്രമിക്കും. അവിടുന്നും ഇവിടുന്നുമായിട്ട് കുറേ അധികം കാര്യങ്ങൾ പഠിക്കും. ഒരു ചാപ്റ്റർ തന്നെ വ്യക്തമായി പഠിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മോഡൽ എക്സാം എളുപ്പമാണെങ്കിൽ കുറച്ച് മാർക്ക് കിട്ടുവാൻ സാധിക്കും. എന്നല്ലാതെ നിങ്ങൾക്ക് അത് പബ്ലിക് എക്സാമിന് ഉപയോഗപ്പെടുകയില്ല. മോഡൽ എക്സാമിന് ശേഷം നിങ്ങൾ ആദ്യം മുതൽ പഠിക്കുന്ന ഒരു ഫീലായിരിക്കും പിന്നീട് തോന്നുക. ഇതോടൊപ്പം പറയാനുള്ളത്, നിങ്ങൾ ഓരോ സബ്ജക്റ്റുകളിലെയും ഓരോ ചാപ്റ്ററുകളുടെയും ഒരുപോലെ കാണാണ്ട് ഓരോ ചാപ്റ്ററുകളുടെയും വെയിറ്റേജ് അറിഞ്ഞ് പഠിക്കുകയാണ് വേണ്ടത്. ഓരോ ചാപ്റ്ററുകളുടെയും വെയിറ്റേജും ആ ചാപ്റ്ററുകളിൽ നിന്ന് ചോദിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഇക്വേഷനുകളും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ലഭിക്കുന്ന ഒരു വാട്സപ്പ് ബോട്ട് കോളേജ് ദോസ്തിൻ്റെ അവരുടെ സ്വന്തം വാട്സപ്പ് ബോട്ടിലൂടെ നൽകുന്നുണ്ട്. ആ ബോട്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി പരമാവധി യൂസ് ചെയ്യുവാൻ ശ്രമിക്കുക. ഇനി കുട്ടികളെ സംബന്ധിച്ച് പറ്റുന്ന അടുത്ത തെറ്റ് എന്തെന്നാൽ എല്ലാവരും പഠിക്കും, പക്ഷേ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുവാൻ സമയം നൽകുകയില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം എക്സാമിന് 2 ദിവസം മുൻപെങ്കിലും നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ട് മോഡൽ പരീക്ഷയ്ക്ക് വേണ്ടി പോകുവാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനും ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും. അടുത്ത തെറ്റ് എന്തെന്നാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാത്തത്. നിങ്ങൾ ഓരോ സബ്ജക്റ്റുകളുടെയും പ്രീവിയസ് ഇയർ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതെന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും 1-2 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുവാൻ ശ്രമിക്കുക. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കോളേജ് ദോസ്തിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ബോട്ടിലൂടെ നൽകിയിട്ടുണ്ട്. എല്ലാവരും അത് യൂസ് ചെയ്തുകൊണ്ട് പഠിക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. നന്ദി.